ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എൻ്റെ ദൈവത്തിന് എന്നോട് ഒരേ ഒരു കാര്യമേ പറയാനായിട്ടുള്ളൂ, നിങ്ങൾ സ്നേഹിക്കണം. നമുക്കറിയാം, ദൈവകൽപ്പനകളുടെ സംഗ്രഹം പോലും ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹമാണ്. പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് സ്നേഹം ഒത്തിരിയേറെ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹം ഒത്തിരിയേറെ ചൂഷണം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സ്നേഹിക്കാറുണ്ട് അല്ലെ നമ്മളെയും മറ്റുള്ളവർ സ്നേഹിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നമ്മൾ കൂടുതൽ കാണുന്നത്. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. എൻ്റെ ദൈവം എന്നെ എപ്രകാരമാണ് സ്നേഹിച്ചത്? സ്വാർത്ഥതയോടുകൂടിയാണോ? അല്ല, എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചു. എന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ രക്ഷിക്കാനായിട്ട് സ്വജീവിതം പോലും ബലിയായി നൽകിക്കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു. അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എന്റെ ജീവിതത്തില് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പാലിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച്, നമ്മുടെ സ്നേഹം എപ്രകാരമാണ്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളില് പലരോടും ഇന്നും നമ്മൾ വിദ്വേഷം കാത്ത് സൂക്ഷിക്കുന്നുണ്ട് അല്ലെ? പലരെയും ജീവിതത്തില് നമ്മളിങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരിൽ നിന്ന് ലഭിച്ച മുറിവുകളായിരിക്കാം, അവരൊരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകള് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടുള്ള ദേഷ്യമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അവരോടൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇന്ന് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, ആരോടൊക്കെയാണ് എനിക്ക് ദേഷ്യമുള്ളത്? എന്താണ് ഈ ദേഷ്യത്തിന്റെ കാരണം? അവയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. ഈശോയെ പോലെ എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ഈശോയെ പോലെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തയ്യാറാവാം. സ്നേഹത്തിന് വേണ്ടി ത്യാഗമേറ്റെടുക്കാം. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമല്ല കേട്ടോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല, മറിച്ച് ഈശോയെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മുൻപില് അഭിമാനത്തോടുകൂടി നിന്ന് നമുക്ക് പറയാൻ പറ്റുക, ദൈവമേ, നീ എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തില് ഞാൻ നിറവേറ്റി എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. ഈശോ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടും എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ടും എല്ലാവർക്കും ഈശോയെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.